ഗുജറാത്തിലെ ദ്വാരകയിലുള്ള ലോഡ്സ് ഹോട്ടൽ. ഹോട്ടലിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയെത്തിയത് ദ്വാരക ബീച്ചിലേക്കാണ്. തറയോടുകൾ പാകിയും ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചും ലോക നിലവാരത്തിലുള്ള ഒരു ബീച്ചാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നു. തീർത്ഥാടന നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാനുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരുക്കങ്ങളെല്ലാം. പണി പൂർത്തിയായിട്ടില്ല. ദ്വാരകാധീഷ് ദേവസ്ഥാൻ സമിതി ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. കൊത്തുപണികളോടുകൂടിയ കൽമണ്ഡപങ്ങളും ദൈർഘ്യമേറിയ കടലോര നടപ്പാതകളുമെല്ലാമായി പണി പൂർത്തിയാവുമ്പോൾ സുന്ദരവും സൗകര്യപ്രദവുമായ ഒരു സംവിധാനം തന്നെയായിരിക്കും ഇത്. പൗരാണികമായ ദ്വാരകയുടെ പ്രൗഢിക്കും പാരമ്പര്യത്തിനും ചേർന്ന നിർമ്മിതികൾ. ദ്വാരകാധീഷ് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് ഗോമതി നദി കടലിൽ ചേരുന്ന അഴിമുഖം മുതൽ ദ്വാരക ലൈറ്റ് ഹൗസ് വരെയുള്ള തീരഭാഗത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അകലെ ദ്വാരകാധീഷ് ക്ഷേത്രം കാണാം. ജഗത് മന്ദിർ. അതിനപ്പുറത്തുകൂടിയാണ് ഗോമതി നദി ഒഴുകി വന്ന് അറബിക്കടലിൽ ചേരുന്നത്. ബീച്ചിൽ പലയിടത്തും മാർബിൾ ഫലകങ്ങളിൽ ഗീതാസൂക്തങ്ങൾ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നു. ലോകോത്തരമായ രീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ബീച്ചിന്റെ കല്ലുവിരിച്ച വഴിയിലൂടെ ഞാൻ ലോഡ്സ് ഹോട്ടലിന് മുന്നിലേക്ക് നടക്കുകയാണ്. ബീച്ചിൽ നല്ലൊരു ഭാഗത്തു തന്നെയാണ് ഹോട്ടലിന്റെ സ്ഥാനം. ഹോട്ടൽ മുറ്റത്തെത്തുമ്പോൾ നമ്മുടെ ഡ്രൈവർ ഭവാനി സിംഗ് കാറ് തുടച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാഴ്ച. രാവിലെ മുതൽ ഭവാനിയുടെ ജോലി ഇതാണ്. ഒരു പാവം മനുഷ്യൻ. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് കാറിൽ കയറിയിരിക്കുകയാണ് ഇപ്പോൾ. ദ്വാരകയുടെ പ്രധാന ഭാഗത്തോട് യാത്ര പറയുകയാണ്. ഇവിടെ നിന്നും അല്പം അകലെയായി ബെയ്ത് ദ്വാരക എന്നൊരു പ്രദേശമുണ്ട്. പ്രമുഖമായൊരു തീർത്ഥാടന സ്ഥലമാണിത്. ബെയ്ത് ദ്വാരക ലക്ഷ്യമാക്കിയാണ് ഇന്നത്തെ യാത്ര. യാത്രയിൽ ദ്വാരക എന്ന പുരാതന ക്ഷേത്ര നഗരം ഇന്ന് എങ്ങനെയിരിക്കുന്നു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഈ പട്ടണ ദൃശ്യങ്ങൾ ഞാൻ പരമാവധി ക്യാമറയിൽ പകർത്തുകയാണ്. വീതിയുണ്ടെങ്കിലും പൊടി നിറഞ്ഞു കിടക്കുന്ന പാതകൾ. എന്തുകൊണ്ടാണ് ഇതൊന്നും ടാർ ചെയ്ത് വെടിപ്പാക്കിയിടാത്തതെന്ന് വ്യക്തമാവുന്നില്ല. ഒരുപക്ഷെ നഗരമാകെ മൂടിപ്പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെയൊക്കെ പണികൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ എന്നും വരാം. ചില ഭാഗത്ത് വലിയ ജലവിതരണ കുഴലുകൾ സ്ഥാപിക്കുന്നതിനായി വെട്ടിപ്പൊളിച്ച റോഡ്. കുഴികൾ മണ്ണിട്ട് മൂടിയ നിലയിൽ കിടക്കുകയാണ്. കാഴ്ചകൾക്ക് വലിയ പൊലിമയില്ലെങ്കിലും ദ്വാരക ആകർഷകമായ ഒരു പട്ടണം തന്നെയാണ്. പുരാതന കെട്ടിടങ്ങളും പഴമയുടെ ചിഹ്നങ്ങളും തീർത്ഥാടകർ നീങ്ങുന്ന തെരുവും വീഥിയിൽ യഥേഷ്ടം വിഹരിക്കുന്ന ഗോക്കളുമെല്ലാം ഇവിടുത്തെ കാഴ്ചയാണ്. ഗുജറാത്തിലെ പ്രമുഖമായൊരു ജില്ല കൂടിയാണ് ദ്വാരക. ദേവഭൂമി ദ്വാരക എന്നാണ് ജില്ലയുടെ മുഴുവൻ പേര്. ദ്വാരക, ഭൻവാദ്, കല്യാൺപൂർ, ഖംബാലിയ എന്നിങ്ങനെ 4 താലൂക്കുകൾ ദേവഭൂമി ജില്ലയിൽ ഉൾപ്പെടുന്നു. ഗുജറാത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലയാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട്. 2013 ഓഗസ്റ്റ് 15 ജാംനഗർ വിഭജിച്ച് ദേവഭൂമി ദ്വാരക ജില്ല നിലവിൽ വന്നത്. 7 ലക്ഷം ജനം വസിക്കുന്ന ജില്ലയുടെ ആസ്ഥാനം ഖംബാലിയയാണ്. ജില്ലയിലെ പ്രധാന പട്ടണമാകട്ടെ ക്ഷേത്രഭൂമിയായ ഈ ദ്വാരകയും. കാർ ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു. വടക്ക് ദിശയിലേക്കാണ് ഇപ്പോൾ യാത്ര. കടൽ തീരത്തുകൂടി നിരന്ന പാത. ബെയ്ത് ദ്വാരകയാണ് ലക്ഷ്യമെങ്കിലും അവിടേക്ക് പോകും മുൻപ് ഒരു ക്ഷേത്രം കൂടി സന്ദർശിക്കണം. ഇവിടെ രുക്മിണി ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ദ്വാരകാധീഷ് ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണത്. നമ്മുടെ ഡ്രൈവർ ഭവാനി സിംഗ് തീർത്ഥാടകരുമായി ഇടയ്ക്കെല്ലാം ഇവിടെ വരുന്നയാളാണ്. അതിനാൽ രുക്മിണി ക്ഷേത്രം എവിടെയാണെന്നറിയാം. ദ്വാരകയിൽ നിന്ന് ബെയ്ത് ദ്വാരകയിലേക്ക് 31 കിലോമീറ്റർ ദൂരമുണ്ട്. തിരക്കില്ലാത്ത നല്ല പാത. ഹൈവേയിൽ നിന്നും മറ്റൊരു പാതയിലേക്ക് കാർ തിരിഞ്ഞിരിക്കുന്നു. രുക്മിണി ദേവി ക്ഷേത്രത്തിന്റെ പടിപ്പുരയാണിത്. പടിപ്പുര കടന്ന് കുറച്ചു ദൂരം പിന്നിടുമ്പോൾ മുന്നിൽ ആ ക്ഷേത്രം കാണാം. തീർത്ഥാടകർ വന്ന ഏതാനും വാഹനങ്ങൾ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുണ്ട്. കാറിൽ നിന്നിറങ്ങി. വിശാലമായ ഒരു മുറ്റത്തിന്റെ അറ്റത്ത് കടൽ തീരത്ത് പുരാതനമായ ക്ഷേത്രം. സാൻഡ്സ്റ്റോണിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം തന്നെയാണ് ഇതും. 2500 വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് വിശ്വാസം. എന്നാൽ ഇന്നു കാണുന്ന രീതിയിൽ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് 12ാം നൂറ്റാണ്ടിലാണെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നുമുണ്ട്.
വിദർഭ രാജാവിന്റെ പുത്രിയായിരുന്ന രുക്മിണി ശ്രീകൃഷ്ണനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും അവളുടെ സഹോദരൻ ഇതറിഞ്ഞ് സഹോദരിയെ ചേതി രാജാവായ ശിശുപാലന് കൊടുക്കാൻ നിശ്ചയിച്ചതുമെല്ലാം പുരാണ കഥകൾ. വിവാഹ ദിവസം ക്ഷേത്രദർശനത്തിന് പോവുകയായിരുന്ന രുക്മിണിയെ ശ്രീകൃഷ്ണൻ രഥവുമായി ചെന്ന് അവളെ അതിൽ കയറ്റി ദ്വാരകയിലേക്ക് കൊണ്ടുപോന്നു. ശ്രീകൃഷ്ണന്റെ 8 ഭാര്യമാരിൽ ഒരാളായി രുക്മിണി. നൂറ്റാണ്ടുകളായി ശക്തമായ ഉപ്പുകാറ്റേറ്റ് ശില്പങ്ങളിൽ പലതിനും അംഗഭംഗം സംഭവിച്ചിരിക്കുന്നു. അതിഗംഭീരമായൊരു ശിലാനിർമ്മിതി തന്നെയാണിത്. താഴത്തെ ഒരു നിരയിൽ പുഷ്പദളങ്ങൾ, അതിനുമേലെ ഗജങ്ങൾ, അതിനും മുകളിലായി നിരവധിയായ ദേവതാശില്പങ്ങൾ. ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിതമാവാനുള്ള കാരണത്തെക്കുറിച്ച് രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. അതിങ്ങനെയാണ്. ഒരിക്കൽ ശ്രീകൃഷ്ണനും രുക്മിണിയും ദുർവാസാവ് മഹർഷിയെ ദ്വാരകയിലേക്ക് ക്ഷണിച്ചു. കൃഷ്ണനും രുക്മിണിയും ചേർന്ന് രഥം വലിക്കുകയാണെങ്കിൽ താൻ വരാമെന്ന് ദുർവാസാവ് സമ്മതിച്ചു. ഉപാധി അംഗീകരിച്ച് ശ്രീകൃഷ്ണനും രുക്മിണിയും ദുർവാസാവ് കയറിയ രഥം വലിച്ചു തുടങ്ങി. കൊടും ചൂടിൽ രഥം വലിച്ച് രുക്മിണി ആകെ തളർന്നു. ശ്രീകൃഷ്ണൻ കാലിന്റെ പെരുവിരൽ കൊണ്ട് ഭൂമിയിൽ ഒരു കുഴിയുണ്ടാക്കി. അതിലൂടെ പുറത്തേക്ക് ചീറ്റിയ ഗംഗാജലം രുക്മിണി ആവേശപൂർവ്വം കോരിക്കുടിച്ചു. അതിഥിയുടെ അനുവാദം ചോദിക്കാതെ വെള്ളം കുടിച്ച രുക്മിണിയെ ദുർവാസാവ് ശപിച്ചു. ഒരു കാലത്ത് ശ്രീകൃഷ്ണനിൽ നിന്നും അകന്നു കഴിയേണ്ടി വരുമെന്നായിരുന്നു ശാപം. ദ്വാരകയിലെ കൃഷ്ണക്ഷേത്രത്തിൽ നിന്നും ഏറെ അകലെയായി രുക്മിണി പ്രതിഷ്ഠിക്കപ്പെടാൻ കാരണം അതാണ്. മുറ്റത്ത് രസകരമായ വേറൊരു കാഴ്ചയുണ്ട്. അവിടേക്ക് നടന്നു. വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്ന മണൽപ്പരപ്പിൽ കുറെ സന്യാസിമാർ നിരന്നിരിക്കുന്നു. ഭാണ്ഡക്കെട്ടുകളും ഭഗവാന്റെ ചിത്രങ്ങളുമൊക്കെയായി വന്നിരിക്കുന്ന ആളുകൾ. പല നിറത്തിലുള്ള വേഷങ്ങൾ അണിഞ്ഞവരും പല പ്രായത്തിലുള്ളവരുമുണ്ട്. ഇവർക്കിടയിലൂടെ ചിലർ ചായ വിതരണം ചെയ്യുന്നു. സൗജന്യ വിതരണമാണെന്നാണ് ഞാൻ കരുതിയത്. അല്ല, സന്യാസിമാർ ചില്ലറത്തൊട്ട് നൽകുന്നുണ്ട്. അതിനടുത്ത് സന്യാസിമാരെ പോലെ ഇവിടെ കുറച്ചുപേരുണ്ട്. കടലിറങ്ങിപ്പോയ മണലിൽ തീറ്റ അന്വേഷിച്ച് നടക്കുകയാണ്. ബ്ലാക്ക് ഹെഡഡ് ഇബീസ് എന്നറിയപ്പെടുന്ന കൊക്കുകൾ. സന്യാസിമാരുടെ 2 സംഘങ്ങളുണ്ട്. കുംഭമേളയുടെ നാളുകളിൽ ഒരച്ചടക്കവുമില്ലാതെ നീങ്ങുന്നത് കാണാറുള്ള സന്യാസിമാർ ഇവിടെ ചിട്ടയോടെയാണ് ഇരിക്കുന്നത്. ഒരു പ്രഭാഷണം കേൾക്കാൻ എന്ന മട്ടിലിരിക്കുന്ന സന്യാസിമാർ ഇടവേളയിൽ എന്നോണം എണീറ്റ് പല ഭാഗത്തേക്ക് പോകുന്നു. ഇതിൽ പല ദേശക്കാരും ഭാഷക്കാരുമെല്ലാം ഉണ്ടാവാം. നിരത്തി വിരിച്ച ചെറിയ തുണിക്കഷ്ണങ്ങളിൽ അവരുടെ ഭാണ്ഡങ്ങളും പാത്രങ്ങളും അവശേഷിക്കുന്നു. അത് രസമുള്ളൊരു കാഴ്ചയായി. ഇവിടെ ഇങ്ങനെ 2 പേരുണ്ട്. പച്ചപ്പുല്ല് വിൽക്കുന്നവർ. ക്ഷേത്ര പരിസരത്ത് കുറെ പശുക്കൾ മേഞ്ഞു നടപ്പുണ്ട്. ഇവിടെ നിന്നും പുല്ല് വാങ്ങി അവയെ തീറ്റുന്നത് പുണ്യപ്രവൃത്തിയായി ഭക്തർ കാണുന്നു. കുറെ പശുക്കളുണ്ട്. ക്ഷേത്രത്തിന്റെ സ്വത്താണിവ. നിരന്നിരിക്കുന്ന സന്യാസിമാരിൽപ്പെട്ടവരാണ് ഇവരെല്ലാം. അവരുടെ രൂപഭാവങ്ങളും വേഷവുമൊക്കെ കൗതുകകരമാണ്. താടിമീശ നീട്ടി വളർത്തിയവരും വലിയ ജട തലയിൽ ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്നവരുമൊക്കെ കൂട്ടത്തിലുണ്ട്. കാതിൽ വലിയ കമ്മൽ, കഴുത്തിൽ പലതരം മാലകൾ, കൂളിംഗ് ഗ്ലാസ്. ഷർട്ടിനു പകരം മുണ്ടുകൊണ്ട് പ്രത്യേക രീതിയിൽ ചുറ്റിക്കെട്ടിയിരിക്കുന്നു. സന്യാസിമാർ അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് തിരികെ എത്തുമ്പോഴേക്കും ഞങ്ങൾ രുക്മിണി ദേവി ക്ഷേത്രത്തിനരികെ നിന്നും യാത്ര തുടരുകയാണ്. ക്ഷേത്ര പരിസരം അടുത്ത കാലത്ത് മതിൽ കെട്ടി ഒന്ന് നവീകരിച്ചിട്ടുണ്ട്. കടലിലേക്ക് ചെന്നെത്തുന്ന ഒരു ചെറുനദി. ഈ യാത്രയിൽ വഴിയരികിൽ കാണുന്നതെല്ലാം മുക്കുവ ഗ്രാമങ്ങളാണ്. ആയിരക്കണക്കിന് മുക്കുവ കുടിലുകളുള്ള ഗ്രാമങ്ങൾ. പരമ്പരാഗതമായി ഈ മേഖലയിൽ വസിക്കുന്നവരാണ് ഈ മുക്കുവരെല്ലാം. ഈ പാത നേരെ ചെന്നെത്തുന്നത് ഓഖ എന്ന തുറമുഖ നഗരത്തിലേക്കാണ്. പാകിസ്ഥാന്റെ സമുദ്രാതിർത്തിയോട് ഏറെ അടുത്തുകിടക്കുന്ന ഇന്ത്യൻ പട്ടണമാണ് ഓഖ. ഗുജറാത്തിൽ ആകെ 263 മുക്കുവ ഗ്രാമങ്ങളുണ്ടെന്നാണ് കണക്ക്.
3.5 ലക്ഷത്തോളം ആളുകൾ അവിടെ വസിക്കുന്നു. മുക്കുവ ഗ്രാമങ്ങളുടെ വികസനത്തിനായി ഗുജറാത്ത് ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. പാർപ്പിടം, ശുദ്ധജലം, വൈദ്യുതി എന്നിവയുടെ വിതരണം തുടങ്ങിയ കാര്യങ്ങളിലാണ് പദ്ധതികൾ കൂടുതലായുള്ളത്. പക്ഷേ അതൊന്നും ഇവിടുത്തെ മുക്കുവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഗുജറാത്തി ഗ്രാമീണരുടെ ജനകീയ വാഹനം. ചക്കട എന്നാണ് ഇതിൻ്റെ പേര്. ഒരു കുടുംബം ചക്കടയിൽ അടുത്ത ഗ്രാമത്തിലേക്ക് നീങ്ങുകയാണ്. ഗുജറാത്തിലെ കുടുംബ വ്യവസ്ഥ തന്നെ ഈ വാഹനത്തിനുള്ളിൽ കാണാമെന്ന് എനിക്ക് തോന്നി. ശുഭ്രവസ്ത്രം ധരിച്ച തലപ്പാവും കൊമ്പൻ മീശയുമുള്ള ഗൃഹനാഥൻ. മുന്നിലെ സ്ഥാനം അയാൾക്ക് തന്നെയാണ്. പിന്നെ കുട്ടികൾ, ചേല കൊണ്ട് ശരീരവും തലയും മറച്ച മുതിർന്ന സ്ത്രീകൾ. മരുമകളുടെ സ്ഥാനം ഏറ്റവും പിന്നിൽ നിലത്തു തന്നെ. ഇങ്ങനെ ഉത്തരേന്ത്യൻ ഗ്രാമത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ പരിച്ഛേദവുമായി ചക്കട വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു വാഹനം. യഥാർത്ഥത്തിൽ ബൈക്കുകൾ തന്നെയാണ് ആദ്യകാലത്ത് ചക്കടയായി പരിണമിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വാഹനം പ്രത്യേകമായി ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്ന കമ്പനികൾ ഗുജറാത്തിലുണ്ട്. പല വാഹനങ്ങളുടെ സങ്കരമാണ് ചക്കട. കൃത്യമായൊരു രൂപവും സൗന്ദര്യവുമില്ലാതെ അതങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു, മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. പല സംസ്കാരങ്ങളും ജനവിഭാഗങ്ങളും ചേർന്ന് നിയതമായ രൂപമോ സൗന്ദര്യമോ ഇല്ലാതെയാണെങ്കിലും ഇന്ത്യയും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നേരം രാവിലെ 9 മണിയായിരിക്കുന്നു. യൂണിഫോം ധാരികളായ കുട്ടികൾ സ്കൂളിലേക്ക് നീങ്ങുകയാണ്. നല്ല വിദ്യാലയങ്ങളും ദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവുമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. വർവാല എന്ന പ്രദേശമാണിത്. ദ്വാരകയ്ക്കും ഓഖയ്ക്കുമിടയിലെ ഒരു പ്രധാന പട്ടണമാണ് വർവാല. ചെറിയൊരു തീരദേശ പട്ടണം. 2 സ്കൂളുകളും ഒരു റെയിൽവേ സ്റ്റേഷനുമെല്ലാമാണ് ഇവിടുത്തെ പൊതുസ്ഥാപനങ്ങളെന്ന് പറയാം. വർവാല പിന്നിടുന്നതോടെ മീഠാപൂർ എന്ന സ്ഥലത്തേക്ക് എത്തുന്നു. സോൾട്ട് സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് മീഠാപൂറിന്റെ വിശേഷണം. ഇന്ത്യയിൽ ഉപ്പ് സംസ്കരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണിത്. ടാറ്റ കെമിക്കൽസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഈ പ്രദേശത്തിന്റെ വികസനത്തിന് കാരണമായതും ആ കമ്പനി തന്നെയാണെന്ന് പറയാം. ടാറ്റ സ്റ്റീൽസിന് ജംഷഡ്പൂർ പോലെയാണ് ടാറ്റ കെമിക്കൽസിന് മീഠാപൂർ. 1930കളിൽ ബറോഡ രാജാവിൽ നിന്നും ടാറ്റ വ്യവസായ വികസനത്തിനായി നേടിയെടുത്ത 5398 ഏക്കർ പ്രദേശം അവർ ഒരു ടൗൺഷിപ്പായി വികസിപ്പിക്കുകയായിരുന്നു. ഓക്ക സോൾട്ട് വർക്ക്സ് എന്ന പഴയ കമ്പനി ഏറ്റെടുത്ത ടാറ്റ കെമിക്കൽസ് അവിടെ നിന്നും ഭക്ഷ്യയോഗ്യമായ ഉപ്പിന്റെയും സോഡയുടെയും സംസ്കരണം തുടങ്ങി. കൂടുതൽ തൊഴിലാളി കുടുംബങ്ങൾ എത്തിയതോടെ മീഠാപൂർ ഒരു പട്ടണമായി വികസിക്കുകയായിരുന്നു. ഒരിടത്ത് രസകരമായൊരു കാഴ്ച കണ്ട് ഞാൻ കാർ നിർത്തി ഇറങ്ങി. വേലിയിറക്കത്തിൽ അടിത്തട്ട് തെളിഞ്ഞ കടൽ ഭാഗത്ത് 100 കണക്കിന് ബോട്ടുകൾ നിരന്നു കിടക്കുന്നു. തീരത്തെവിടെയും ഇതാണ് കാഴ്ച. കച്ച് ഉൾക്കടലാണിത്. മണലിൽ ഇത്രയേറെ ബോട്ടുകൾ ചെരിഞ്ഞും ചാഞ്ഞുമൊക്കെ കിടക്കുന്നത് അപൂർവമായൊരു കാഴ്ചയാണ്. ഇന്ത്യൻ ദേശീയ പതാക കെട്ടിയ ബോട്ടുകൾ. ഇവയിൽ ദേശീയ പതാക കെട്ടാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഇവിടെ നിന്നും കടലിലേക്കിറങ്ങി വടക്കോട്ട് തിരിഞ്ഞാൽ പാകിസ്ഥാനായി. പാകിസ്ഥാൻ നാവികസേനയുടെ പിടിയിലകപ്പെടുന്ന ഇന്ത്യൻ മുക്കുവരിൽ ഏറെയും ഇവിടെ നിന്നുള്ളവരാണ്. 2014 ഫെബ്രുവരിയിലും ഈ പ്രദേശത്തു നിന്നും കടലിൽ പോയ 30 മത്സ്യബന്ധന തൊഴിലാളികളെ പാക് മറീനുകൾ പിടികൂടി തടവിലാക്കിയിരുന്നു. സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന പേരിലാണ് മുക്കുവരെ പാക് സൈന്യം പിടികൂടുന്നത്. നേരത്തെ ഈ മേഖലയിൽ നിന്നുള്ള ഒരു മത്സ്യത്തൊഴിലാളി പാക് ഭടന്മാരുടെ വെടിയേറ്റ് മരിച്ച സംഭവമുണ്ടായിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വാർഷിക നിരോധന സമയത്ത് കയറ്റിയിട്ടിരിക്കുന്ന ബോട്ടുകളാണ് ഇതിൽ ഏറെയും. ഈ സമയത്താണ് ബോട്ടുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികളും നടക്കുന്നത്. മൺസൂൺ അവസാനിക്കാറാകുമ്പോഴാണ് ഇവയൊക്കെ ഇനി മത്സ്യബന്ധനത്തിൽ സജീവമാവുക. ബോട്ടുകളിൽ ഫൈബർ ഷീറ്റ് ഒട്ടിക്കുന്നതും ലീക്ക് പ്രൂഫിംഗ് ജോലികൾ നടത്തുന്നതുമെല്ലാം കാണാം. കുറെ ആളുകൾ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. പത്ത് മുതൽ 30 വരെ ആളുകൾ ജോലി ചെയ്യുന്ന ബോട്ടുകളാണിത്. ആ കാഴ്ചകളിൽ നിന്നും യാത്ര തുടരുകയാണ്. ഓക്ക പ്രദേശത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഓക്ക ബോട്ട് ജെട്ടിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ജെട്ടി പരിസരത്ത് ധാരാളം വാഹനങ്ങൾ കിടപ്പുണ്ട്.
ബെയ്ത് ദ്വാരക ഇവിടെ നിന്നും കുറച്ചകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ്. ബോട്ടിൽ കയറി വേണം ആ ദ്വീപിലെത്താൻ. കച്ച് ഉൾക്കടലാണിത്. ഈ ബോട്ടുകളെല്ലാം ബെയ്ത് ദ്വാരകയിലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ളവ തന്നെയാണ്. കടലിൽ അങ്ങു ദൂരെ വരമ്പ് പോലെ ഒരു ഭാഗം കാണാം. അതാണ് ബെയ്ത് ദ്വാരക ദ്വീപ്. ഓഖ തുറമുഖം സജീവമാകുന്നതിന് മുൻപ് സൗരാഷ്ട്ര മേഖലയിലെ പ്രധാന തുറമുഖം ആ ദ്വീപിലായിരുന്നു. ഇന്നാകട്ടെ തീർത്ഥാടനത്തിന്റെയും ടൂറിസത്തിന്റെയും ദ്വീപാണ് ബെയ്ത് ദ്വാരക. 500 വർഷം മുൻപ് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ബെയ്ത് ദ്വാരകയുടെ സവിശേഷ കാഴ്ച. ബെയ്ത് ദ്വാരകയിലേക്ക് ഈ സമയത്ത് ബോട്ടുകളൊന്നും പോകുന്നില്ല. ശക്തമായ കാറ്റും മഴച്ചാറ്റിലുമാണ് കാരണം. അന്വേഷിച്ചപ്പോൾ ഇന്നിനി ഉച്ചകഴിഞ്ഞ് ബോട്ടുകൾ പുറപ്പെടാനിടയുള്ളൂ എന്നാണ് അറിഞ്ഞത്. അതിനാൽ ഓഖ ജെട്ടിയിൽ നിന്നും ഞങ്ങൾ മടക്കയാത്ര തുടങ്ങി. സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് യാത്ര. പാതയുടെ ഒരു ഭാഗത്ത് മുഴുവൻ ബോട്ട് യാർഡുകളാണ് കാഴ്ച. 100 കണക്കിന് ബോട്ടുകൾ കരയ്ക്ക് കയറ്റിവച്ചിരിക്കുന്നു. മഴക്കാലത്ത് കടലിലിറങ്ങാതെ വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിവച്ചിരിക്കുന്ന ബോട്ടുകളാണെല്ലാം. ഓഖ പോർട്ടിന്റെ അനുബന്ധം തന്നെയാണ് ഈ ബോട്ട് യാർഡ്. ദ്വാരക, ഓഖ തുടങ്ങിയ പ്രദേശങ്ങളിലെ ബോട്ടുകൾ മാത്രമല്ല ഈ സമയത്ത് ഇവിടെ എത്തുക. സൗരാഷ്ട്രയുടെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും അറ്റകുറ്റപ്പണികൾക്കായി മത്സ്യബന്ധന ബോട്ടുകൾ ഇവിടെ എത്താറുണ്ട്. എണ്ണിയാൽ തീരാത്തത്ര ബോട്ടുകളുണ്ടെന്ന് തോന്നും. ഏതായാലും ഇവിടെയൊന്നിറങ്ങി ബോട്ട് യാർഡ് സന്ദർശിക്കാൻ ഞാൻ തീരുമാനിച്ചു. 100 കണക്കിന് ബോട്ടുകൾ നിരന്നു കിടക്കുന്നു. ഭവാനി സിംഗ് പാതയിൽ നിന്ന് ബോട്ട് യാർഡിലേക്ക് കാർ കയറ്റി നിർത്തിത്തരികയും ചെയ്തു. ഇതേവരെ ഇത്രയേറെ ബോട്ടുകൾ ഒരുമിച്ച് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നീണ്ടകരയിലും മുനമ്പത്തുമൊന്നും ഇത്രയും ബോട്ടുകൾ ഉണ്ടാവാറില്ലല്ലോ. അതിനിടയിലൂടെ ഇന്ധനവും പണിസാധനങ്ങളുമൊക്കെ കയറ്റിക്കൊണ്ടു പോവുക ഇത്തരം ചക്കട വണ്ടികളാണ്. ബോട്ടുകൾക്കിടയിലൂടെ ഞാൻ നടത്തം തുടങ്ങി. പലയിടത്തുനിന്നും തട്ടും മുട്ടുമെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു പണിക്കാരനെയും എങ്ങും കാണുന്നുമില്ല. ഏതൊക്കെയോ ബോട്ടിനകത്തു നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. വർഷത്തിൽ കൂടുതൽ സമയവും കടലിൽ കിടക്കുന്ന ബോട്ടുകൾ ഒന്നുണങ്ങുന്നത് ഇപ്പോഴാണ്. ബോട്ടുകൾക്കിടയിലൂടെയുള്ള ഈ നടത്തം രസകരമാണ്. കേരളത്തിൽ ഇങ്ങനെയൊരു സ്ഥലമുണ്ടെങ്കിൽ എത്രയോ സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ എനിക്കുറപ്പുണ്ട്. തടിയിൽ നിർമ്മിച്ച ബോട്ടുകൾ മീൻ നെയ് പുരട്ടിവെച്ചിരിക്കുകയാണ്. മീൻ നെയ്യിന്റെ അസഹ്യമായ രൂക്ഷഗന്ധം ഈ പരിസരത്താകെ നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ ബോട്ടിനടിയിലും പ്രൊപ്പല്ലറുകൾ. അതിഗംഭീര ദൃശ്യങ്ങൾ നൽകുന്ന വിചിത്ര ലോകത്തുകൂടി കുറേ ദൂരം ഞാൻ നടന്നു. ബോട്ടുകളെല്ലാം ഏതാണ്ട് ഒരേ നീളവും വീതിയുമുള്ളവയാണ്. മഴക്കാലം കഴിയുന്നതോടെ മത്സ്യബന്ധനത്തിനിറങ്ങാനായി ഒരുങ്ങിക്കിടക്കുകയാണിവ. കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ഇത്തരം ബോട്ടുകൾ 60 മുതൽ 100 വർഷം വരെ ഉപയോഗിക്കാം. മരം കൊണ്ട് പ്രത്യേകം നിർമ്മിച്ച മുട്ടുകളിലാണ് ബോട്ടുകൾ മറിയാതെ നിർത്തിയിരിക്കുന്നത്. ഇതിങ്ങനെ കരയിലേക്ക് തള്ളിക്കയറ്റി വെക്കാൻ പരിശീലനം സിദ്ധിച്ച ആളുകൾ തന്നെയുണ്ട്. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരിടത്ത് ബോട്ടിൽ പണികൾ നടക്കുന്നത് കണ്ടു. ഇതാണ് ഈ ബോട്ട് യാർഡിൽ മഴക്കാലത്ത് നടക്കുന്ന ഒരു പ്രധാന ജോലി. പലകകൾ ചേർത്തടിച്ചാണ് ബോട്ടിന്റെ ബോഡി അഥവാ ഹൾ നിർമ്മിക്കുന്നത്. പലകകൾക്കിടയിലെ ചെറുവിടവിലൂടെ വെള്ളം അകത്തു കയറുന്നതാണ് ബോട്ടുകൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ബോട്ട് പണിക്കാർ വെള്ളക്കേട് എന്ന് വിളിക്കുന്ന കുഴപ്പമാണത്. പലകകൾക്കിടയിൽ തുണിയും പരുത്തിച്ചരടുമൊക്കെ വെച്ചാണ് ചോർച്ചയെ പ്രതിരോധിക്കുക. ഇത് അതിനുള്ള കോട്ടൺ ചരടാണ്. 4-5 വർഷം കൂടുമ്പോൾ പലകകൾക്കിടയിലെ ദ്രവിച്ച ചരട് ഇളക്കിക്കളഞ്ഞ് പുതിയവ അവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. ആ ജോലിയാണ് ഈ നടക്കുന്നത്. മണ്ണെണ്ണയിൽ കുതിർത്താണ് പരുത്തിത്തിരികൾ ഇങ്ങനെ അടിച്ചു കയറ്റുക. ഓരോ പലകയ്ക്കുമിടയിൽ ഒട്ടും പഴുതില്ലാത്ത വിധം ഇതങ്ങനെ അടിച്ചു കയറ്റണം. ദിവസങ്ങൾ നീളുന്ന ശ്രമകരമായ ഒരു ജോലി തന്നെയാണിത്. തിരികൾ അടിച്ചു കയറ്റിക്കഴിഞ്ഞാൽ അതിനു മീതെ ഈ കുഴമ്പ് തേച്ചു പിടിപ്പിക്കണം. ബിറ്റുമിന്റെ ഒരു വകഭേദമാണ് ഇത്. പലകകളുടെ വിടവിലും ചെമ്പാണിക്കുഴിയിലുമൊക്കെ ബിറ്റുമിൻ നല്ലതുപോലെ തേച്ചു നിറയ്ക്കുന്നു.
ഒരു തുള്ളി പോലും ജലം അകത്ത് കടക്കാതിരിക്കാനുള്ള മുൻകരുതലാണ്. കോട്ടൺ തിരി അടിച്ചിറക്കി വിറ്റമിൻ തേച്ചു പിടിപ്പിച്ച് അത് നല്ലതുപോലെ ഉറയ്ക്കാൻ അവസരം നൽകിയ ശേഷം ബോട്ടിന്റെ ബോഡിയാകെ മീൻ നെയ് പുരട്ടും. അതും ശരിക്കും ഉണങ്ങിക്കഴിഞ്ഞ ശേഷമാണ് ബോട്ട് വീണ്ടും കടലിലേക്ക് ഇറക്കുക. യാർഡിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല.